നമസ്കാരം. ശ്രീരാമനെ ആക്ഷേപിച്ച തൃശൂർ MLA പി ബാലചന്ദ്രനെ വിമർശിച്ചതിന് CPMന്റെ മുതിർന്ന നേതാവ് MM ലോറൻസിന്റെ മകൾക്ക് നേരെ സൈബർ ആക്രമണം. ഇതിനെതിരെ MM ലോറൻസിന്റെ മകൾ ആശ ലോറൻസ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ശ്രീരാമനെയും സീതാദേവിയെയും ലക്ഷ്മണനെയും അങ്ങേയറ്റം മോശമായ വാക്കുകളാൽ അപമാനിച്ചുകൊണ്ട് കഥ എഴുതിയ പി ബാലചന്ദ്രന് മറുപടി എഴുതിയതിന് കിട്ടിയതാണ് താഴെ കൊടുത്തിരിക്കുന്ന ഭീഷണിയെന്ന് ആശ പറഞ്ഞു. 94 വയസ്സിൽ എത്തിയ സഖാവ് MM ലോറൻസിനെ ഇന്ന് ഈ രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഒരാളായ MM ലോറൻസിനെയാണ് ഇവൻ അപമാനിച്ചിരിക്കുന്നത്. MM ലോറൻസ് പൊറോട്ടയടിച്ചും തൊഴിലാളികളെ വഞ്ചിച്ചുമാണ് ജീവിച്ചത് എന്ന് ആണോ? ഇതിന് മറുപടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയണമെന്നാണ് ലോറൻസിന്റെ മകളുടെ ആവശ്യം. രാമായണവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമായതിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് പി ബാലചന്ദ്രൻ രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഫേസ്ബുക്കിലെ പോസ്റ്റ് പഴയ കഥയാണ് എന്ന് പി ബാലചന്ദ്രൻ പുതിയ പോസ്റ്റിൽ പറയുന്നു. ആരെയും മുറിപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ളതല്ല അത് എന്നും പോസ്റ്റിന്റെ പേരിൽ ആരും വിഷമിക്കരുത് എന്നും MLA വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം FBയിൽ ഞാൻ ഒരു പഴയ കഥ ഇട്ടിരുന്നു. അതാരെയും മുറിപ്പെടുത്തണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതായിരുന്നില്ല. ഞാൻ മിനിറ്റുകൾക്കകം അത് പിൻവലിക്കുകയും ചെയ്തു. ഇനി അതിന്റെ പേരിൽ ആരും വിഷമിക്കരുത്. ഞാൻ നിർവ്യാജം ഖേദം രേഖപ്പെടുത്തുന്നു. ഇങ്ങനെയായിരുന്നു പി ബാലചന്ദ്രന്റെ പോസ്റ്റ്. MLAയുടെ പോസ്റ്റ് വിവാദമായതിന് പിന്നാലെ ഹൈന്ദവ വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് BJP രംഗത്ത് വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് MLA ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. പി ബാലചന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ CPI തൃശൂർ ജില്ലാ സെക്രട്ടറി KK വത്സരാജ് രംഗത്തെത്തിയിരുന്നു. MLA പറഞ്ഞത് പാർട്ടി നിലപാടല്ല എന്ന് വത്സരാജ് പ്രതികരിച്ചു. MLAക്ക് തെറ്റുപറ്റിയെന്നും ജാഗ്രത വേണമെന്നുമായിരുന്നു ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയത്. ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞതിനാണ് MM ലോറൻസിനെ പോലും ആക്ഷേപിച്ചുകൊണ്ട് സൈബർ സഖാക്കൾ രംഗത്ത് വന്നത്. ആശ ലോറൻസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്. ഫ്രണ്ട്സ്, ഈ പോസ്റ്റ് കാണുന്നവർ ബുദ്ധിമുട്ടാവില്ല എങ്കിൽ ഇത് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവർ തന്റെ പോസ്റ്റ് ആരംഭിച്ചത്. CPI, CPIM, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, KPCC, BJP, LDF, പിണറായി വിജയൻ, MV ഗോവിന്ദൻ, K രാധാകൃഷ്ണൻ, MV ജയരാജൻ എന്നിങ്ങനെ നീണ്ട ഒരു നിരയെ തന്നെ ടാഗ് ചെയ്തുകൊണ്ടായിരുന്നു ആശ ലോറൻസിന്റെ പോസ്റ്റ് തുടങ്ങിയത്. ശ്രീരാമനെയും സീതാദേവിയെയും ലക്ഷ്മണനെയും അങ്ങേയറ്റം മോശമായ വാക്കുകളാൽ അപമാനിച്ച് കഥ എഴുതിയ തൃശൂർ MLA CPI-കാരനായ കമ്മ്യൂണിസ്റ്റുകാരൻ പി ബാലചന്ദ്രന് മറുപടി എഴുതിയതിന് കിട്ടിയതാണ് താഴെ കൊടുത്തിരിക്കുന്ന ഭീഷണി. 94 വയസ്സിലെത്തിയ സഖാവ് MM ലോറൻസിനെ ഇന്ന് രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഒരാളായ MM ലോറൻസിനെയാണ് ഇവൻ അപമാനിച്ചിരിക്കുന്നത്. MM ലോറൻസ് പൊറോട്ടയടിച്ചും തൊഴിലാളികളെ വഞ്ചിച്ചുമാണ് ജീവിച്ചത് എന്ന് ആണോ? ഇതിന് മറുപടി പിണറായി വിജയൻ പറയണം, MV ഗോവിന്ദൻ പറയണം, MV ജയരാജൻ പറയണം. അപ്പൻ സഖാവ് MM ലോറൻസ് പൊറോട്ടയടിച്ചാണോ ജീവിച്ചത്? തൊഴിലാളികളെ വഞ്ചിച്ച് മുതലാളിമാരോട് ചേർന്ന് നിന്നാണോ ജീവിച്ചത്? മറുപടി വേണം ഞങ്ങൾ മക്കൾക്ക്. ഭാര്യയെയും 4 മക്കളെയും സ്നേഹിക്കാൻ അപ്പന് സമയം കിട്ടിയോ? CPIM പാർട്ടി അപ്പന് സമാധാനം കൊടുത്തിട്ടുണ്ടോ? തെക്ക് വടക്ക് ഓടിച്ചിട്ടില്ലേ? വിഭാഗീയതയുടെ നാളിൽ വെട്ടി നിരത്തിയില്ലേ? തരം താഴ്ത്തിയില്ലേ? അപമാനിച്ചില്ലേ? ഞങ്ങൾ മക്കളോ അപ്പന്റെ ഭാര്യയോ നിങ്ങളെ ആരെയെങ്കിലും അപമാനിച്ചുവോ? വേദനിപ്പിച്ചുവോ? നിങ്ങളുടെ ഭാര്യമാരെ മക്കളെ ആരെയെങ്കിലും അപമാനിച്ചുവോ? വേദനിപ്പിച്ചുവോ? CPIM ഞങ്ങളെ അപമാനിച്ചില്ലേ? വേദനിപ്പിച്ചില്ലേ? ഇപ്പോഴും തുടരുകയല്ലേ? MM ലോറൻസിന്റെ മരിച്ച് മണ്ണിൽ പോലുമില്ലാത്ത അമ്മയെ, MM ലോറൻസിന്റെ ഭാര്യയെ ഇപ്പോഴും അപമാനിക്കുകയല്ലേ CPIMലെ ചില അലവലാദികൾ, സഖാക്കൾ, സഖാത്തികൾ? എന്റെ അന്നത്തിൽ മണ്ണ് വാരിയിട്ട് കൈകൊട്ടി ചിരിച്ചില്ലേ കോടിയേരി ബാലകൃഷ്ണനും EP ജയരാജനും കൂടി? അച്ഛൻ സഖാവ് MM ലോറൻസ് ജീവിച്ചത് ഈ അലവലാതി പാർട്ടിക്ക് വേണ്ടിയായിരുന്നില്ലേ? CITUവിന് വേണ്ടിയായിരുന്നില്ലേ? മറുപടി വേണം. എട്ടും പൊട്ടും തിരിയാത്ത 13-15 വയസ്സിൽ ഏതോ ഒരാൾ പറഞ്ഞത് കേട്ട് ഏതോ ഒരാൾ ലോകത്തിന്റെ ഏതോ ഒരു മൂലയിലിരുന്ന് കഞ്ചാവടിച്ചും ബിയറും വിസ്കിയും കുടിച്ച് തീ കാഞ്ഞിരുന്നപ്പോൾ തലയിൽ തോന്നിയ എന്തോ ആശയങ്ങൾ എഴുതി വെച്ചത് വായിച്ച് ഒരിക്കലും നടപ്പാക്കി വിജയിപ്പിക്കാൻ പറ്റാത്ത ഫേക്ക് ഐഡിയോളജിയായി കമ്മ്യൂണിസം ആൻഡ് സോഷ്യലിസം പറഞ്ഞ് നാടിനു വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി
തൊഴിലാളികൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചതാണ്. 1 രൂപയുടെ പേന പോലും രഹസ്യമായി കൊണ്ടു തന്നിട്ടില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ അപ്പൻ. സ്വന്തം വീട്ടിൽ പട്ടിണിയും ദാരിദ്ര്യവും കാരണം പാർട്ടി ഓഫീസിൽ കയറിപ്പറ്റി ചായ മേടിച്ചു കൊടുത്ത് കയറിപ്പറ്റിയതല്ല CPM-ൽ. അപ്പന്റെ അപ്പൻ ആധാരം എഴുതുമായിരുന്നു. കൊപ്ര കച്ചവടമുണ്ടായിരുന്നു, ഭൂസ്വത്തുമുണ്ടായിരുന്നു, വരുമാനമുണ്ടായിരുന്നു. ആ കുടുംബത്ത് പട്ടിണിയല്ലായിരുന്നു, ദാരിദ്ര്യമില്ലായിരുന്നു. നാട് വിട്ട് പാർട്ടി ഓഫീസിൽ തലചായ്ക്കാൻ വിദ്യാഭ്യാസത്തിന് വേണ്ടി മുളവുകാട് എന്ന വെള്ളത്താൽ ചുറ്റപ്പെട്ട ഗ്രാമത്തിൽ നിന്ന് കൊച്ചി നഗരത്തിൽ സെന്റ് ആൽബർട്ട് സ്കൂളിൽ പഠിക്കാൻ അയച്ചതാണ് അദ്ദേഹത്തെ. പിന്നീട് മാർക്കറ്റിലെ മുസ്ലിം സ്കൂളിലും പഠിച്ചിട്ടുണ്ട്. MM ലോറൻസ് നല്ല ഭക്ഷണത്തിനോ വസ്ത്രത്തിനോ വിദ്യാഭ്യാസം കിട്ടാഞ്ഞിട്ടോ ഇറങ്ങിത്തിരിച്ചതല്ല. വീട്ടിൽ നിന്ന് വഴക്കിട്ട് ഓടിപ്പോയതുമല്ല. ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട ഒരാശയത്തിന് പിറകെ പോയതാണ് അദ്ദേഹം. P. ബാലചന്ദ്രൻ ശ്രീരാമനെയും സീതാദേവിയെയും ലക്ഷ്മണനെയും അങ്ങേയറ്റം മോശമായ വാക്കുകൾ കൊണ്ട് അങ്ങേയറ്റം അപമാനിച്ചപ്പോൾ അപമാനിക്കപ്പെട്ടത് ഈ രാജ്യത്തെ ഈശ്വരവിശ്വാസികൾ ഒന്നടങ്കമാണ്. അതിൽ ഞാനും ഉണ്ട്. പ്രതികരിക്കും. അതിൽ ഭീഷണിപ്പെടുത്താനോ അപമാനിക്കാനോ വന്നാൽ ആരായാലും കൂടുതൽ നാണം കെടുക തന്നെ ചെയ്യും. CPM-ലുള്ളതുപോലെ തന്നെ CPI-യിലുമുണ്ട് സ്ത്രീ പീഡന കഥകൾ ഒതുക്കി തീർത്ത ചരിത്രം. ഇല്ല എന്ന് പറയട്ടെ കോമ്രേഡ് ആനി രാജയും കോമ്രേഡ് ബിനോയുമൊക്കെ. ഇതെഴുതിയതിനാണ് എന്നെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. സഖാവ് MM ലോറൻസിനെ അപമാനിച്ചിരിക്കുന്നത്. നാണം കെട്ട പാർട്ടി. ഇവന്മാരെ പോലെയുള്ള സംസ്കാരമില്ലാത്തവന്മാരെയും കൊണ്ടല്ലേ CPIM ഇന്ന് കേരളത്തിൽ മാത്രം പടർന്ന് പന്തലിച്ചു നിൽക്കുന്നത്. കള്ളക്കടത്തും കഞ്ചാവ് വിൽപ്പനയും കള്ള് വിൽപ്പനയുമല്ലേ കുറേയേറെ SFI, DYFI, CPIM സഖാക്കളുടെ വരുമാന മാർഗം. സ്ത്രീ പീഡനവും ബലാത്സംഗവും പാർട്ടി പ്രവർത്തനവും. MM ലോറൻസ് സ്വർണം കള്ളക്കടത്ത് നടത്തിയിട്ടില്ല, മാസപ്പടി വാങ്ങിയിട്ടില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മാമ്മ കൊണ്ടു തന്നിരുന്ന ഭക്ഷണങ്ങളും പലഹാരങ്ങളും എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിച്ചിട്ട് അതിൽ ബാക്കിയുണ്ടെങ്കിൽ മാത്രം തന്നിരുന്ന ഒരു അമ്മയുടെ മക്കളാണ് ഞങ്ങൾ. അപ്പൻ സഖാവ് MM ലോറൻസ് കള്ളക്കടത്തുകാരനാകാത്തത് ഭാര്യ ബേബി കാരണം മാത്രമാണ്. ഭാര്യയും 4 മക്കളും ത്യജിച്ച സുഖ സൗകര്യങ്ങൾ ഏറെയാണ്. ചില അലവലാദികൾക്കൊരു വിചാരമുണ്ട് MM ലോറൻസിനെ പാർട്ടി വലുതാക്കിയതാണ് എന്ന്. MM ലോറൻസ് പാർട്ടിയെ, CPIM-നെ, CITU-വിനെ വലുതാക്കാൻ വേണ്ടി ഓടി നടക്കുകയായിരുന്നു. കേരളം മുഴുവൻ, ഈ രാജ്യം മുഴുവൻ, കുടുംബം പോലും നോക്കാതെ. അല്ലെങ്കിൽ അല്ല എന്ന് പറയണം. പിണറായി വിജയനും MV ഗോവിന്ദനും MV ജയരാജനും പറയണം. വിദേശ രാജ്യങ്ങളിൽ പോയത് CITU-വിന് വേണ്ടിയല്ലാതെ കള്ളക്കടത്തിനും സുഖവാസത്തിനും സുഖചികിത്സയ്ക്കുമല്ല. പാവപ്പെട്ട സഖാക്കളെ വഞ്ചിക്കുന്നത് ഇപ്പോഴത്തെ ബൂർഷ്വാ കമ്മ്യൂണിസ്റ്റ് നേതാക്കളാണ്. എന്റെ അപ്പനും അപ്പന്റെ തലമുറയിൽ ഉണ്ടായിരുന്നവരുമല്ല തൊഴിലാളി വഞ്ചകർ. ഫേക്ക് ID എന്ന് പറഞ്ഞ് പോലീസും ആഭ്യന്തരമന്ത്രിയും ഒഴിഞ്ഞു മാറേണ്ട. ടെക്നോളജി അത്ര വലുതാണ്. ഇവനെ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇങ്ങനെയായിരുന്നു ആശാ ലോറൻസിന്റെ പോസ്റ്റ്.